ഈ മതപരമായിട്ടൊക്കെ എടുത്തു നോക്കുമ്പോഴേ അതിൽ പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദു മതത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. അതായത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനൊരു പുനർജന്മമുണ്ട് എന്നൊക്കെ പറയും. അതുപോലെ തന്നെ മനുഷ്യൻ നായായും നരിയായും ഒക്കെ പുനർജനിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലൊക്കെ ഈ ഹിന്ദുമത വിശ്വാസത്തിലൊക്കെ പല പറച്ചിലുകളുണ്ട്. പുനർജന്മം നമ്മളൊരു കൃത്യമായിട്ട് വേറൊരു വ്യക്തിയായിട്ട് ജനിക്കുക, അല്ലെങ്കിൽ ഒരു മിറാക്കിൾ സംഭവിച്ചിട്ട് ഇപ്പം ഞാൻ മനു എന്നുള്ള വ്യക്തി അടുത്ത ജന്മത്തിൽ വേറൊരു വ്യക്തിയായിട്ട് ജനിക്കുക, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്കനുസരിച്ച് അങ്ങനെയൊക്കെയാണ് ഹിന്ദു മതത്തിൽ പറയുന്നത്. അത് സത്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഓരോ ആളുകളും മരിക്കുമ്പോൾ, ഞാൻ മുന്നേ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് പറഞ്ഞിരുന്നല്ലോ. അതായത് ഈ ജീവികളൊക്കെ മറ്റ് ജീവികളായിട്ട് മാറും. അപ്പോൾ ഇവിടെ പറയുന്ന ഈ ഒരു ആശയം പ്രകാരം ഇപ്പം ഡീപ്പിക്കോളജി എന്നൊക്കെ പല ആളുകളും ഇതിന് പേരിട്ടിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന ഒരു ആശയത്തിന്. അപ്പോൾ ഈ ഡീപ്പിക്കോളജി ഒക്കെ പ്രകാരം അവർ പറയുന്ന, അല്ലെങ്കിൽ അവരുടെ കൺസെപ്റ്റിൽ ഇല്ലാത്ത പല കാര്യങ്ങളും ഇപ്പോൾ താങ്കളുടെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഈ ഒരു കാര്യത്തിന് എങ്ങനെ ഈ ഒരു ആശയം കൊണ്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്നൊന്ന് വിശദീകരിക്കാൻ പറ്റും? അതായത് പ്രപഞ്ചത്തിലുള്ള ഏതാനും ചില വസ്തുക്കൾ മാത്രമാണ് എല്ലാ വസ്തുക്കളിലും ഉള്ളത്. അപ്പോൾ അതൊക്കെ വ്യത്യസ്ത ആറ്റങ്ങളായി മാറിയിട്ട് ആ ആറ്റങ്ങളാണ് ഓരോ വസ്തുക്കളായിട്ട് മാറിയിട്ടുള്ളത്. അങ്ങനെയുള്ള ആ വസ്തുക്കൾ വ്യത്യസ്ത എണ്ണത്തിലും ഒരു രീതിയിൽ ചേർന്നിട്ടാണ് നമ്മുടെ ശരീരത്തിൽ കോശങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതിൽ ജലം, ഇരുമ്പ് അല്ലെങ്കിൽ എന്തൊക്കെയാണെങ്കിൽ അതൊക്കെ പല രീതിയിലുള്ള ആ ആറ്റങ്ങൾ മുഴുവൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും അതിന് വേണ്ട രീതിയിലുള്ള എണ്ണത്തിൽ അത് പ്രവർത്തിക്കുകയും ചെയ്തിട്ടാണ് നമ്മൾ ഒരു ജീവിയായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ചെടിയായാലും അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളായാലും മനുഷ്യനായാലും സകല ജീവജാലങ്ങളും ആ രീതിയിൽ ഒരേ ഒരു വസ്തുക്കൾ കൊണ്ട് തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഈ പ്രപഞ്ചത്തിൽ, അതായത് പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഈ മണ്ണിൽ ലയിച്ചു ചേരുകയാണ്. ആ മണ്ണിൽ ലയിച്ചു ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ കിടന്ന് ദ്രവിക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടുകയാണെങ്കിൽ നമ്മളെ ബാക്ടീരിയ വിഘടിപ്പിക്കും. അങ്ങനെ വിഘടിപ്പിക്കുമ്പോൾ വീണ്ടും ആറ്റങ്ങളായി തീരും. ഈ ആറ്റങ്ങളെ ചെടികളോ അല്ലെങ്കിൽ മറ്റ് ജീവികൾ അവരൊക്കെ ഭക്ഷണമായിട്ട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും പല ജീവികളിലേക്കും പോകുന്നു. അത് നായാവാം, കുറുക്കനാവാം, പക്ഷികളാവാം, ചെടികളാവാം, എല്ലാ ജീവികളിലേക്കും നമ്മുടെ ഈ ശരീരത്തിൻ്റെ അംശങ്ങൾ ചേരുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് പല ജന്മങ്ങളും പ്രതീക്ഷിക്കാന്നല്ലാണ്ട് നമ്മളൊരു പ്രത്യേക ഒരു ജന്മം, അതായത് ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനായിട്ട് ജനിക്കുകയോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വേറെ നായോ നരിയോ അല്ലെങ്കിൽ വേറെ സിംഹോ പുലിയോ ആയിട്ട് ജനിക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെ സംഭവിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് പല ജീവികളും മരിക്കുന്നു, മനുഷ്യനടക്കമുള്ള പല ജീവികളും മരിക്കുന്നു, അവർ മണ്ണിൽ അലിഞ്ഞു ചേരുന്നു. ഈ ചെടികൾ അത് വലിച്ചെടുത്ത് ചെടികൾ വളരുന്നു. ഈ ചെടികൾ തിന്ന് സസ്യബുക്കുകൾ വളരുന്നു, സസ്യബുക്കുകൾ തിന്ന് മാംസബുക്കുകൾ വളരുന്നു. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമുക്ക് വേറൊരു തരത്തില് ഈ പുനർജന്മത്തിനൊക്കെ വിശദീകരിക്കാം. പക്ഷെ നേരിട്ട് ഒരു വ്യക്തി അടുത്തൊരു വ്യക്തിയായി മാറില്ല, ഒരിക്കലും സംഭവിക്കില്ല. പല വ്യക്തികളും ജീവികളിൽ നിന്നുള്ള ഈ തന്മാത്രകളോ അല്ലെങ്കിൽ അവരുടെ ശരീരഭാഗങ്ങളോ ഒക്കെ മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ട് ഇവയൊക്കെ വലിച്ചെടുത്ത് വളരുന്നത് കൊണ്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒരു ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള പുനർജന്മം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, അല്ലേ? അത് ഈ പ്രപഞ്ചമുണ്ടായ കാലം മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ആ വസ്തുക്കൾ അതിങ്ങനെ രൂപം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവികളിലേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മുടെ ഈ ശരീരത്തിലുള്ള കോശങ്ങൾ ഒക്കെ ബാക്ടീരിയ തിന്ന് നമ്മൾ ഈ ആറ്റങ്ങളായി മാറുമ്പോൾ ആ ആറ്റങ്ങൾക്ക് വേറെ ഏതിലും പ്രവേശിക്കാനുള്ള കഴിവുണ്ട്. മറ്റു ജീവികളിലോ ചിതല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് ചെറുവക ജീവികളിലോ ചെടികളിലോ അങ്ങനെ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളിലോ ഒക്കെ പല രൂപത്തിൽ നമ്മൾ പ്രവേശിക്കും. അങ്ങനെ പ്രവർത്തിക്കുക എന്നല്ലാണ്ട് പ്രത്യേക രീതിയിലുള്ള വേറൊരു മനുഷ്യനോ അല്ലെങ്കിൽ വേറൊരു മൃഗമോ അങ്ങനെ ആവാൻ ഒരിക്കലും കഴിയില്ല. അതാണ് അതിൻ്റെ കാര്യം. കാരണം പല തവണകളായിട്ട് അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെ പലതും അവരുടെ ശരീരത്തിൽ കയറുന്നുണ്ട്. മറ്റുള്ളവരുടെ ശരീരമാണ് ഓരോരുത്തരുടെയും ശരീരമായിട്ട് മാറുന്നത്.